ഹലോ, വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ URLസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത് ക്രിയേറ്റിംഗ് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക്സ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഇത്ര നേരം നമ്മൾ നോക്കിയതൊരു ടെക്സ്റ്റ് കൊടുത്തിട്ട് ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്ക് പോകുന്നതല്ലേ. അതിന് പകരം നമുക്കൊരു ഇമേജ് ആക്കാനൊക്കെ പറ്റും. ഒരു ഇമേജ് കൊടുത്തിട്ട് ആ ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ വെബ്സൈറ്റിലേക്കൊക്കെ പോകുന്ന പോലെ നമുക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, we can make hyperlinks to images also using img tag inside the a tag. a tagൻ്റെ ഉള്ളിൽ img tag യൂസ് ചെയ്ത് ഒരു ഇമേജിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമേജസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ലിങ്ക് ഹൈപ്പർ ലിങ്ക് ആയിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്. അതിൽ ഫിഗർ 5.10 നോക്കുക. ഇവിടെ ഒരു ടെക്സ്റ്റിൻ്റെ കൂടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ആ ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇമേജ് ഹൈപ്പർ ലിങ്ക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്തേ നോക്കാം. അപ്പോൾ ഇതിൽ ടു ക്രിയേറ്റ് എ വെബ് പേജ് കണ്ടെയ്നിങ് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക്, അതാണ് പ്രോഗ്രാം ക്വസ്റ്റ്യൻ. അതിൽ ബോഡി ടാഗിൽ BG കളർ കൊടുത്തിട്ടുണ്ട്. H2ൽ അലൈൻ സെൻറ്റർ ആക്കിയിട്ട് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ടെക്സ്റ്റ് എഴുതാണ്, ഹിയർ ഈസ് ദ ഇമേജ് വിത്ത് ഐ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക്. അപ്പോൾ എന്താ എംഫസൈസ് ചെയ്ത് ഒരു ഇറ്റാലിക്സ് നേച്ചറിൽ ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് വരും. അത് കഴിഞ്ഞ് എ ടാഗ് ഓപ്പൺ ചെയ്ത് HREFൽ ഒരു URL കൊടുത്തിട്ട് IMG ടാഗ് ഓപ്പൺ ചെയ്തൊരു ഇമേജ് കൊടുത്തിരിക്കുകയാണ്. SRCയിൽ ഇമേജിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഓൾട്ട് ഇമേജ് ഓഫ് വിക്കി കൊടുത്തിട്ടുണ്ട്. ഓൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്തിനാ? ഇപ്പം ഇൻ കേസ് ഇമേജ് അവിടെ വന്നില്ല, ഇമേജ് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് പകരം എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് വരണം, അതിന് വേണ്ടിയിട്ടാണ് ഓൾട്ട് കൊടുക്കുന്നത്. അപ്പം ഓൾട്ട് കൊടുത്തിട്ടുണ്ട്, ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്, വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്, ബോർഡർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എ ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ എ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഇമേജ് wiki.jpg എന്ന് പറഞ്ഞിട്ടുള്ള ഇമേജ് വരും. ആ ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ https://www.wikipedia.org എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്കാണ് ലിങ്ക് പോകുന്നത്. എന്നിട്ട് കുറച്ചും കൂടെ ടെക്സ്റ്റ് അവിടെ എഴുതിയിട്ട് ബോഡി ടാഗ് ക്ലോസ് ചെയ്ത് HTML ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗ്രാഫിക്കൽ ലിങ്കുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ആണ് ക്രിയേറ്റിംഗ് ഇമെയിൽ ലിങ്കിങ്. ഇമെയിലിലേക്ക് ലിങ്ക് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നേരെ നമ്മൾ കൊടുക്കുന്ന റെഫറൻസിലുള്ള ഇമെയിലിലേക്ക് പോകണം. അപ്പോൾ ഇമെയിൽ ഓപ്പൺ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൽ2 എന്ന് പറയുന്നൊരു പ്രോട്ടോക്കോളാണ്. വി ക്യാൻ ക്രിയേറ്റ് ആൻ ഇമെയിൽ ഹൈപ്പർ ലിങ്ക് ടു എ വെബ് പേജ് യൂസിങ് ദ ഹൈപ്പർ ലിങ്ക് പ്രോട്ടോക്കോൾ മെയിൽ2. അതായത് നമുക്ക് പ്രോഗ്രാം നോക്കുമ്പോൾ മനസ്സിലാവും. ഫിഗറിൽ നോക്കുക 5.11, അതിൽ ഒരു ഹെഡിങ്ങും കുറച്ച് ടെക്സ്റ്റുകളും അതിൽ SCRT എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ലിങ്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കാം. അതിൽ ബോഡി ടാഗോ അതിൽ BG കളർ കൊടുത്തിട്ടുണ്ട്. H2ൽ അലൈൻ സെൻറ്റർ ആക്കിയിട്ട് ഇമെയിൽ ലിങ്ക് എന്ന് പറയുന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ടെക്സ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അതിൽ ഇമെയിൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നതൊന്ന് ബോൾഡ് ചെയ്തും ഇറ്റാലിക്സിലും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടു SCRT ഇൻ ദ ഫോളോയിങ് വേ, കൈൻഡ്ലി ക്ലിക്ക് ഓൺ ദ വേർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് SCRT എന്ന് പറയുന്ന ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. അത് മെയിൽ ലിങ്ക് ആയിട്ടാണ്, ഇമെയിൽ ലിങ്കിങ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ എ ടാഗ് ഓപ്പൺ ചെയ്തു. HREFൽ ഇമെയിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ മെയിൽ2 എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യണം. HREF = mail2: എന്ന് പറഞ്ഞിട്ട് ഡബിൾ കോട്ട്സിൽ ഇമെയിൽ എന്താണോ അത് കൊടുക്കുക. എന്നിട്ട് ടെക്സ്റ്റ് എന്താണോ ലിങ്കായിട്ട് കാണിക്കേണ്ടത് SCRT എഴുതി എ ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ എന്താ ഉണ്ടാവുക? മെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മെസ്സേജ് ബോക്സ്, അതായത് ഇമെയിലിൻ്റെ മെസ്സേജ് ബോക്സിലേക്കാണ് പോവുക. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻസേർട്ടിങ് മ്യൂസിക് ആൻഡ് വീഡിയോ. അതായത് ഇപ്പോൾ വെബ് പേജിൽ നമുക്ക് മ്യൂസിക്കും അതുപോലെ തന്നെ വീഡിയോ ഇതൊക്കെ എംബഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് വെബ് പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മ്യൂസിക് പ്ലേ ആവണോ അല്ലെങ്കിൽ വീഡിയോ പ്ലേ ആവണോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എംബഡ് ടാഗ്. ദ ഈസിയസ്റ്റ് വേ ടു ആഡ് മ്യൂസിക് ഓർ വീഡിയോ ടു ദ വെബ് പേജ് ഈസ് വിത്ത് എ സ്പെഷ്യൽ HTML ടാഗ് കോൾഡ് എംബഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി ചില ബ്രൗസറുകളിൽ എംബഡ് ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റ് സപ്പോർട്ട് ചെയ്തില്ല എന്ന് വരും. എംബഡ് ടാഗ് സപ്പോർട്ട് ചെയ്തില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് നോ എംബഡ്. ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എംബഡും നോ എംബഡും യൂസ് ചെയ്തിട്ട് കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വയ്ക്കാം.
എംബഡ് യൂസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും വരിക. ഇൻ കേസ് എംബഡ് സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോ എംബഡിലുള്ള കണ്ടന്റ് ആയിരിക്കും വെബ് പേജിൽ കാണിക്കുക. അപ്പോൾ എംബഡും നോ എംബഡും ഉണ്ട്. അപ്പോൾ രണ്ടിലും ആണെങ്കിലും മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് SRC ആണ്. പിന്നെ കണ്ടന്റ് വീഡിയോ മ്യൂസിക്കൊക്കെ ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ വരുന്ന ആട്രിബ്യൂട്ടുകളാണ് ഹൈറ്റ്, വിഡ്ത്ത്, അലൈൻ, ഓൾട്ട്, ഹിഡൻ എന്നൊക്കെ പറയുന്ന ഓരോ ആട്രിബ്യൂട്ടുകൾ. അപ്പോൾ ഇവിടെ ഒരു മ്യൂസിക് ആഡ് ചെയ്തിട്ടുള്ള വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. ടു ക്രിയേറ്റ് ദ വെബ് പേജ് കണ്ടെയ്നിങ് ഓഡിയോ ലിങ്ക് കൊടുത്തിട്ടുള്ള വെബ് പേജ്. അപ്പോൾ അതിൽ നോക്കുക, ബോഡിയിൽ ബീച്ച് കളർ കൊടുത്തിട്ടുണ്ട്. H2ൽ ആഡിങ് മ്യൂസിക് ആൻഡ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഹിയർ ഈസ് എ ടാഗ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് കൊടുത്തിട്ട് B ടാഗിൽ I ടാഗിലും എംബഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് കൊടുത്തിട്ട് അതിനൊന്ന് എംഫസൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിത്ത് മൾട്ടിമീഡിയ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് BR ടാഗ് കൊടുത്തിട്ട് എംബഡ് ടാഗ് യൂസ് ചെയ്തിരിക്കുകയാണ്. എംബഡിൽ SRC = song1.mp3 വിഡ്ത്ത് 300 ഹൈറ്റ് 60 എന്നിട്ട് എംബഡ് ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എംബഡ് ടാഗിൽ നമ്മളൊരു സോങ്ങിൻ്റെ സോഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫിഗർ 5.12 കാണാം, ആ കൊടുത്തിട്ടുള്ള song1.mp3 എന്ന് പറയുന്ന മ്യൂസിക് അവിടെ വന്നിട്ടുണ്ട്, വെബ് പേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് ഫയലാണെങ്കിലും മ്യൂസിക്കാണെങ്കിലും വീഡിയോ ആണെങ്കിലും നമ്മുടെ വെബ് പേജിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാം എംബഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ തന്നെ നെക്സ്റ്റ് പ്രോഗ്രാം ഒരു വീഡിയോ ലിങ്ക് കൊടുക്കുന്നതുണ്ട്. അതിൽ നോക്കുക, ബോഡിയിൽ H2ൽ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എംബഡിൽ SRC allen.mp4 വിഡ്ത്ത് 300 ഹൈറ്റ് 150 എംബഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എംബഡ് യൂസ് ചെയ്തിട്ട് allen.mp4 എന്ന് പറയുന്ന വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ നോ എംബഡ് എന്ന് പറഞ്ഞിട്ട് IMG SRC = book2.jpg ഓൾട്ടിൽ ആൾട്ടർനേറ്റ് മീഡിയ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ടാഗ് ഒരുമിച്ച് ഒരു പ്രോഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. എംബഡ് വെച്ചിട്ടൊരു വീഡിയോ പ്ലെയറും കൊടുത്തിട്ടുണ്ട്, ഒരു വീഡിയോയും കൊടുത്തിട്ടുണ്ട്. നോ എംബഡിൽ ഒരു ഇമേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ allen.mp4 എന്ന് പറയുന്ന വീഡിയോ ആയിരിക്കും പ്ലേ ആവുക. ഇൻ കേസ് എംബഡ് ആ ബ്രൗസറിൽ സപ്പോർട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നോ എംബഡിൽ കൊടുത്തിട്ടുള്ള book2.jpg എന്ന് പറയുന്ന ഇമേജ് ആയിരിക്കും വരിക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് BG സൗണ്ട് എന്ന് പറയുന്ന ഒരു ടാഗിനെ പറ്റിയിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊരു മ്യൂസിക് വരണം, ബാക്ക്ഗ്രൗണ്ടിലൊരു മ്യൂസിക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് BG സൗണ്ട് എന്ന് പറയുന്ന ടാഗ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്, ബോഡി ടാഗ്. അതിൻ്റെ ഉള്ളിൽ ഒരു ഹെഡിങ് ആഡിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ടെക്സ്റ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് BG സൗണ്ട് SRC = song2.mp3 loop = infinite എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ song.mp3 എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് നമ്മുടെ വെബ് പേജ് ഓപ്പൺ ആകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. ലൂപ്പ് = ഇൻഫിനിറ്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇൻഫിനിറ്റ്ലി അതിങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. എത്ര നേരം വേണമെങ്കിലും അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും ടാഗുകളാണ്, കുഞ്ഞു കുഞ്ഞു ടാഗുകളാണ്. അതിൽ എംബഡ് ടാഗൊക്കെ വൺ വേർഡൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എംബഡ് ടാഗ് യൂസ് ചെയ്യുന്നത് വീഡിയോ ലിങ്ക് അല്ലെങ്കിൽ മ്യൂസിക് ഒക്കെ നമ്മുടെ വെബ് പേജിൽ കൊണ്ടുവരാനായിട്ടാണ്. അതുപോലെ BG സൗണ്ട്, ഇതൊക്കെ എക്സ്ട്രാ വരുന്ന കുറച്ച് ടാഗുകളാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് കിടക്കാനുള്ളത് ടേബിളിലേക്കാണ്. വലിയൊരു ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും പോർഷൻസിൽ നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്ന വലിയൊരു ഭാഗം കഴിഞ്ഞു, ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞു, ഇതോടുകൂടി കഴിഞ്ഞു. ഇനി നമുക്ക് ടേബിൾസിലേക്കാണ് കിടക്കാനുള്ളത്. അപ്പോൾ നമ്മളൊരു വെബ് പേജിൽ എങ്ങനെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യും? ഒരു വെബ് പേജിൽ ടേബിൾസ് ഇതുപോലെ ടേബിൾ 5.1 എന്ന് പറയുന്ന ടേബിൾ കണ്ടില്ലേ? ഇതിൽ വലിയൊരു ഹെഡിങ്, ഒരു റോയിൽ വലിയൊരു ഹെഡിങ് ഉണ്ട്, ന്യൂലി ഡയഗ്നോസ്ഡ് ക്യാൻസർ പേഷ്യൻസ് ഇൻ ദി ഹോസ്പിറ്റൽ ഫോർ ദി ലാസ്റ്റ് 3 years എന്ന് പറഞ്ഞിട്ട്. അതിൽ കഴിഞ്ഞിട്ട് കുറച്ച് ഹെഡിങ്സ് വേറെ ഉണ്ട്. അതുപോലെ ഇയർ കൊടുത്തിട്ടുണ്ട്, സ്മോക്കേഴ്സ് എത്ര, പാൻ യൂസേഴ്സ് എത്ര, ആൽക്കഹോൾ യൂസേഴ്സ് എത്ര, അതർ കേസസ് ഏതൊക്കെ എന്നുള്ള ഓരോ നമ്പേഴ്സും. ഈ രീതിക്കൊക്കെ ടേബിൾസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെയുള്ള ടേബിൾസ് നമ്മുടെ വെബ് പേജിൽ കാണാറുള്ളതാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നോക്കുക, ടേബിൾ ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ടേബിൾ ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ടേബിളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഇപ്പോൾ ഈ 5.1 തന്നെ റോ ഉണ്ട് അല്ലേ? ഓരോ റോ ഉണ്ട്, അതുപോലെ കോളംസ് ഉണ്ട്. ഓരോ റോയിലും ഇപ്പോൾ ഫസ്റ്റത്തെ റോ എന്ന് പറയുന്നത് എന്താ? ന്യൂലി ഡയഗ്നോസ്ഡ് ക്യാൻസർ പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റോ, അതൊരു ഹെഡിങ് ആണ്. നെക്സ്റ്റത്തെ റോ എന്ന് പറയുന്നത് ഇയർ 2012, 2013, 2014 ഒക്കെയാണ്. അത് ഹെഡിങ്സ് ആണ്.
നെക്സ്റ്റ് റോയിൽ സ്മോക്കേഴ്സ് 129, 140, 143 ഇതൊക്കെ ഡാറ്റയാണ്. അപ്പോൾ ഒരു ടേബിളിൽ റോസും കോളംസും ഉണ്ടാവും. ഓരോ റോസിലും ഉള്ള ഡാറ്റ എന്ന് പറയുന്നത് ഹെഡിങ് ആയിട്ടും ഡാറ്റ ആയിട്ടും വരാം. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ടേബിളിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ ടാഗുകൾ അഡീഷണൽ ആയിട്ട് വേണം? TH, TR, TD. ഈ TH, TR, TD എന്ന് പറയുന്ന ഈ 3 ടാഗുകൾ കൊണ്ടാണ് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ടേബിൾ ടാഗ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നതിനനുസരിച്ച് THഉം TRഉം TDയും നമ്മൾ യൂസ് ചെയ്യും. TH എന്ന് പറയുന്നത് ടേബിൾ ഹെഡിങ്സ് ക്രിയേറ്റ് ചെയ്യാനും, TR എന്ന് പറയുന്നത് ടേബിൾ റോ ക്രിയേറ്റ് ചെയ്യാനും, TD എന്ന് പറയുന്നത് ടേബിൾ ഡാറ്റ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവയെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.